ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. ഇന്ന് വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏട്ടൻ വന്നതിൻ്റെ ഫസ്റ്റ് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ഇപ്പോൾ ഗൈസ് വണ്ടി മാറ്റിയിട്ടോ ഇതല്ലേ മാങ്ങ പൊട്ടിക്കുകയാണ്. ഇപ്പം ഗൈസ് വാവ മാങ്ങ പൊട്ടിക്കുകയാണ്. ചാടിയിട്ടാണ് പൊട്ടിക്കുന്നത്. ഗേറ്റിൻ്റെ മേലെ കയറിയിട്ട് പൊട്ടിക്കുകയാണ്. കിട്ടുന്നില്ല പൊട്ടിക്കുന്നത്. പിന്നെ കൊമ്പ് പൊട്ടിക്കുക കേട്ടോ. ഇവിടെ ആ ഒരു കൊമ്പ് പൊട്ടിയിട്ടുണ്ട്. അത് വാടി നിൽക്കണത് ഒക്കെ വാടി നിലത്തേക്ക് വീഴുന്നത്. മാവ് മുറ്റത്തേക്കുള്ള മാവൊക്കെ വെട്ടിയെടുക്കണം കേട്ടോ. വേറെ ഫുള്ള് ചപ്പ് വീണിട്ടേ മുറ്റം അങ്ങനെ നാശാവുക. ഏട്ടനാണ് മാങ്ങ പൊട്ടുന്നത്. നിറയെ മാങ്ങയാണ്. പെയിൻ്റ് അടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമാണല്ലോ. വീട് ഇത്ര നാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് കാണാൻ തുടങ്ങി കേട്ടോ. നിറയെ മാങ്ങ കാണുമ്പോൾ സങ്കടമാണ് ഗൈസ്. ഫ്രണ്ടിലത്തെ മാവിൻ്റെ ഒരു കൊമ്പ് മൊത്തം വെട്ടി കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. പണിയോട് പണി വയ്യ. മാങ്ങ ആവശ്യമുള്ളവർ പറഞ്ഞാട്ടോ. വീടിൻ്റെ ഫ്രണ്ട് ക്ലീൻ ആയി കേട്ടോ. പെയിൻ്റ് അടിക്കാനുള്ള പെയിൻ്റ് ഇവിടെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കാലത്ത് അച്ഛനും മോളും കൂടി പോയിട്ട് വാങ്ങിച്ചു വെച്ചതാണേ. പെയിൻ്റ് ഇവിടെ മെഷീൻ കൊണ്ടുവന്നിട്ട് ഇവിടെ സൺസൈഡിൻ്റെ മോളൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. മാവ് വെട്ടിയപ്പോൾ ജോലിക്ക് ഭയങ്കര ചൂടായി ഗൈസ്. അല്ലെങ്കിൽ കൂടിൻ്റെ അവിടെ ഒരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കൂടിൻ്റെ അവിടെ ഭയങ്കര വെയിലായി. കണ്ടോ എനിക്കുള്ള പണികൾ കിടക്കണേ. ചൂട് കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യ കേട്ടോ. ഏട്ടനവിടെ ടെറസിൻ്റെ മുകളിൽ നല്ല പണിയാണ്. മാളും ഉണ്ട് കൂടെ. അച്ഛനെ കാവലിരിക്കുന്ന മാളും. നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ കാണുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഫുള്ള് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ? ഇതാണ് എൻ്റെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ടെറസിൻ്റെ മുകളിലേക്കുള്ള ചപ്പ് മരക്കൊമ്പുകളൊക്കെ വെട്ടി ക്ലീനാക്കി കേട്ടോ. എന്താ ഈ കൊമ്പാണ് ഇന്ന് വെട്ടിയത്. കൊമ്പൊക്കെ വെട്ടി ഇപ്പോൾ വീട് കാണാൻ തുടങ്ങി. ഇത്ര നാളെ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആളും അച്ഛന് കാവലിരിക്കുകയാണ് കേട്ടോ. വെയിലും കൊണ്ടിട്ട്. നോക്കാനുള്ള മോട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മാളു സൈഡിലേക്കും കൊമ്പൊക്കെ വെട്ടി കേട്ടോ. ഉണ്ടോ എപ്പോൾ ക്ലീൻ ആക്കുന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. പണിയോട് പണിയാണ്. ഈ മനുഷ്യനാണെങ്കിൽ ഒരു നേരം കിടന്നുറങ്ങാനും സമ്മതിക്കില്ല. ഫുള്ള് വൃത്തിയിട്ടേക്കും. ഇത് മുഴുവൻ ഞാൻ അവിടെ കൊണ്ടിടണം കേട്ടോ. മാങ്ങ കണ്ടോ, നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ. കുറേ മാങ്ങയുണ്ട്. കാണുമ്പോൾ സങ്കടമാവുക. പക്ഷെ അവരുടെ വീട്ടിലേക്ക് ഭയങ്കര ശല്യമാണ്. അപ്പോൾ അത് എന്തായാലും വന്നിട്ട് വെട്ടിക്കൊടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. എന്തായാലും വെട്ടി. ഇനി മാങ്ങ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരം മൊത്തം മുറിക്കണം. നല്ല തണുപ്പൊക്കെയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ശല്യം ആവാൻ പാടില്ലല്ലോ. അപ്പോൾ 2 മാവും മുറിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ മാവ് വലിയ ശല്യമില്ല. അപ്പോൾ അതിൻ്റെ കൊമ്പും ചില്ലി ഇറക്കി കൊടുത്തിട്ട് അവരുടെ ഭാഗത്തേക്കുള്ള കൊമ്പൊക്കെ ഇറക്കി കൊടുക്കണം. ഇതെന്തായാലും മൊത്തം മുറിക്കണം. അത് ഞങ്ങൾക്ക് ടെറസിൻ്റെ മുകളിലേക്കൊക്കെ ചപ്പ് വീണിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് ഒക്കെ ക്ലീൻ ആക്കട്ടെ കേട്ടോ.